ലൈംഗിക പീഡന കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ജാമ്യാപേക്ഷയിൽ നാളെ വിധിയുണ്ടാകും. തിരുവല്ല കോടതി ഇന്ന് ഹർജി പരിഗണിച്ചപ്പോൾ 2 മണിക്കൂർ നീണ്ട വാദമാണ് നടന്നത്. രഹസ്യമൊഴി എടുക്കണമെന്ന പരാതിക്കാരിയുടെ അപേക്ഷ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചു. അടച്ചിട്ട കോടതി മുറി, മജിസ്ട്രേറ്റും പ്രോസിക്യൂഷനും പ്രതിഭാഗം അഭിഭാഷകനും മാത്രം. ശക്തമായ വാദമുഖങ്ങളാണ് ഇരുഭാഗവും ഉയർത്തിയത്. കേസ് നിലനിൽക്കുകയില്ല. ബലാത്സംഗമെന്ന പരാതിയിൽ കഴമ്പില്ല. ഉണ്ടായതത്രയും ഉഭയകക്ഷി സമ്മതപ്രകാരവും. ഇത് സാധൂകരിക്കുന്ന വാട്സപ്പ് ചാറ്റുകൾ, ശബ്ദ സന്ദേശം എന്നിവ പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കി. ജാമ്യം ലഭിച്ചാൽ പ്രതി മുങ്ങുകയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധിയാണെന്നും പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത് എന്ന നിലപാടാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ സ്വീകരിച്ചത്. സമാനമായ മറ്റ് 2 കേസുകളിൽ കൂടി അയാൾ പ്രതിയാണ്. ജാമ്യം ലഭിച്ചുവെന്ന് വന്നാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാം. പരാതിക്കാരിയെ സ്വാധീനിക്കാനുള്ള സാധ്യതയും കോടതി പരിഗണിക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ഇതിനിടെ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയതിന്റെ വീഡിയോ CD-യിലാക്കി പ്രോസിക്യൂഷൻ കോടതിയിൽ നൽകി. IT സർട്ടിഫിക്കറ്റും ഹാജരാക്കി. വീഡിയോ കോൺഫറൻസ് വഴി രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്ന പരാതിക്കാരിയുടെ അപേക്ഷയും പ്രോസിക്യൂഷൻ സമർപ്പിച്ചു. നാട്ടിലെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇന്ത്യൻ എംബസിയുടെ സഹകരണത്തോടെ പരാതിക്കാരിയുടെ രഹസ്യമൊഴി എടുപ്പിക്കാനാണ് SIT നീക്കം. ഇതിനു മുന്നോടിയായി പരാതിക്കാരിയുടെ വൈദ്യപരിശോധനയും പൂർത്തിയാക്കും. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.